എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞുപ്പ, നമ്മൾ ഇന്ന് എന്ത് ചലഞ്ചാ ചെയ്യാൻ പോണേ? അതെ ഗൈസ്, ഗ്രീൻ ഫുഡ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മള് റെഡ് ചെയ്തു, യെല്ലോ ചെയ്തു. ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ ഒക്കെ ചെയ്യുമെന്ന്. അപ്പൊ കുറച്ചുകൂടി നല്ലത് ഗ്രീൻ ആണെന്ന് തോന്നി. ബ്ലൂവും പർപ്പിളൊക്കെ സാധനം കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പൊ അതേ ഗ്രീൻ ഫുഡ് ചലഞ്ചിന് വേണ്ടി ഒരു കൊട്ട നിറച്ച് ഗ്രീൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ലേസ് കുഞ്ഞപ്പൻ ആദ്യമേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമുക്ക് അധികം സമയം കളയാണ്ട് എല്ലാം ഉണ്ടാക്കി തുടങ്ങാം. ഇതിന്റെ അകത്തൊരു പ്രത്യേക സാധനം ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. ഇതൊരു മാഗിയാണ് കേട്ടോ. പച്ച കളറിലെ ആട്ടയുടെ മാഗിയാണ്, ഹെൽത്തി ആണ്, നമ്മുടെ സാധാരണ മൈദയൊന്നും അല്ല. ഉണ്ടാക്കി വരുമ്പോൾ പച്ച കളറിൽ ഇരിക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി നോക്കാനാണ് ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഗൈസ്. ഇത് ഉണ്ടാക്കിയിട്ട് പച്ചയാണോ മഞ്ഞയാണോ നോക്കണം. പിന്നെ കുറെ പച്ച സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എലൈറ്റിന്റെ കേക്ക് ഉണ്ട്, ലേസ് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ്. അത് കേക്കാണ് തന്നെ. ഇത് ബിസ്ക്കറ്റ്, ഇത് വേറെ ബിസ്ക്കറ്റ്, മറ്റേ തേങ്ങയുടെ ബിസ്ക്കറ്റ് ഇല്ലേ, കോക്കനട്ട് ബിസ്ക്കറ്റ്. അപ്പൊ ഗ്രീൻ കളർ വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം നമ്മൾ എന്താ കഴിക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ഗ്രീൻ ഫുഡ് ചലഞ്ച്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അടുക്കളയിൽ പോയി വേഗം റെഡിയാക്കി എടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കോൺഫ്ലെക്സ് ആണ് ഗൈസ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. അതെ ഗൈസ്, അപ്പൊ ഈ കോൺഫ്ലെക്സ് എന്ന് പറയുന്നത് നിസ്സാരക്കാരനൊന്നും അല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇമ്മ്യൂണോ ന്യൂട്രിയൻസ് ഉണ്ട്, അയൺ, നമുക്ക് ശക്തി വരും. പ്രോട്ടീൻസ് ഉണ്ട്, കണ്ടോ ശക്തി കാണിച്ചേക്കുന്നത്. എസെൻഷ്യൽ വൈറ്റമിൻസ് ഉണ്ട്. നോ ആഡഡ് പ്രിസർവേറ്റീവ് ഒന്നുമില്ല. ഇത് പൊട്ടിക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഓർക്കും ഇത് എങ്ങനെയാ പച്ച കളർ ആക്കണേന്നല്ലേ. അതിന് നമ്മളിത് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് ജെല്ല് പോലെയാണ് ഗൈസ്. ഇത് നമ്മുടെ കിവിയുടെ എന്താ പറയാ, കിവി പൾപ്പാണ്, കിവിയുടെ പൾപ്പാണ്. ഈ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കാൻ എല്ലാരും ഉപയോഗിക്കില്ലേ, സംഭവം സെയിം തന്നെ. ആദ്യമായിട്ടാണ് നമ്മളിത് മേടിക്കുന്നത്. പച്ചക്കളർ വരുമെന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ്, ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല ഗൈസ്. കോൺഫ്ലെക്സ് ഒരു മഞ്ഞ കളർ പോലത്തെ കളറാണ്. നമുക്ക് കുറച്ചിട്ട് നോക്കാം. അയ്യോ, കുറച്ച് കുഞ്ഞപ്പന്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതെ, പാൽ ഒഴിച്ചിട്ടുണ്ട് കോൺഫ്ലെക്സിൽ. ഇത് തുറക്കാം. ഓ, ഇത് ഉദ്ഘാടനം ചെയ്യാൻ പാടാണ് ഗൈസ്. ഓടാ, എനിക്ക് ശക്തി ഉണ്ട് ഗൈസ്. നമുക്ക് ശക്തിയില്ലെന്ന് നമ്മൾ പറയണം. ഓ, നല്ല അടിപൊളി വേണം, അടിപൊളി വേണം. മറച്ചു നോക്കിയാ ഈടാ കുഞ്ഞപ്പം പുറകെ പിടിച്ചോണ്ടി ഗൈസ്. ദൈവമേ, പച്ച കളർ തന്നെ, പച്ച കളർ തന്നെ. ഗൈസ്, സക്സസ് ആയിട്ടുണ്ട്. ഗ്രീൻ കളർ വന്നിട്ടുണ്ട് നല്ലോണം. അയ്യോ, പാല് പിരിഞ്ഞു ഗൈസ്. ഇത് പുളിയല്ലേ? പുളി പാല് ഒഴിച്ചാ പാല് പിരിയൂലേ? പിരിയും. പിന്നെ പുളി ഒഴിച്ചാ പിരിയൂലേ? പിന്നല്ലേ പിരിഞ്ഞ് പുളിപ്പണ്ട. പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ കോൺഫ്ലെക്സും കുറച്ച് പോയി, പാലും പോയി, പിരിഞ്ഞും പോയി. വാവ്, വാട്ട് വണ്ടർഫുൾ. എന്തായാലും ഗൈസ്, ഇത് ഫ്ലോപ്പായി. അപ്പൊ നമുക്ക് പാല് ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ചത് ഭാഗ്യം. ഗൈസ്, നമ്മൾ ചൂടുപാലിൽ ഒഴിച്ചപ്പോൾ കാര്യമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിരിഞ്ഞു പോയി, ഫ്ലോപ്പായി പോയി. ഭയങ്കര ചൂടല്ല, എന്നാലും അത് തിളപ്പിച്ച പാലായിരുന്നു. ഇത് പച്ചപ്പാലാണ് ഗൈസ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അതിലേക്ക് ഇതേ സംഭവം ഒഴിച്ചപ്പോഴത്തേക്കും നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറിലേക്ക് നമ്മുടെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അത് മാത്രം മതി. എന്നാ കഴിച്ചോക്കാം ഇനി ഗൈസ്. ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. അതായത് ഒരു പുളിയും മധുരം എല്ലാം കൂടി ഉള്ളൊരു ടേസ്റ്റ് ആണ്. കുഞ്ഞപ്പം കുടിക്കുന്നുണ്ട്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പൊ ഇതൊരു ഫ്ലോപ്പ് തന്നെയാണ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇതാരും ട്രൈ ചെയ്ത് നോക്കണ്ട. നീ ഇങ്ങനെ കുടിക്കണടാ, ഇത് കുടിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇതും മാറ്റി വെച്ചേക്കാം. പച്ചപ്പാലാണ്. അച്ഛക്ക് ഇഷ്ടപ്പെട്ടെന്ന് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്. അച്ഛൻ വേണമെങ്കിൽ കുടിച്ചോട്ടെ. ഇത് നമ്മുടെ നല്ല പാൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പാലിലേക്ക് കോൺഫ്ലെക്സ് ഇട്ടിട്ട് സാധാരണ കുടിക്കണ പോലെ കുടിക്കാം. അതേ ഇനി നടക്കത്തുള്ളൂ. നമ്മള് ഗ്രീൻ കളറിലെ ലേസ് മേടിച്ചതല്ലേ, ലേസ് തിന്നാൻ പോകണം കേട്ടോ.
കുഞ്ഞപ്പൻ രാവിലെ തന്നെ ഒരെണ്ണം പൊട്ടിച്ചിരുന്നാണ്. അവിടെ ഇനി നിനക്കില്ല. ഇത് അമ്മക്കാണ്. രാവിലത്തെ അപ്പൊ ഇതാരാ അമ്മക്കല്ലേ ഇത്? നേടാ അവൻ അവന്റെ ആദ്യം തിന്നു വന്നിട്ട് എപ്പോഴും എന്റേതും കൂടി അവന് വേണം കഴിയുന്നത്. അതാണ് അവന്റെ പണി. കൊറേ തരാന്നാ. ഔദാര്യം. എടാ ഇത് എന്റെയാണ്. ഞാനാണ് നിന്നോട് അങ്ങോട്ട് പറയേണ്ടത്. ഗൈസ് ഇത് മറ്റേ നമ്മുടെ ആട്ട കൊണ്ട് ഉണ്ടാക്കിയാന്ന് പറയുന്നുണ്ട്. സ്പിനാച്ചും നമ്മുടെ ആട്ടയും അതുപോലെ കുറെ ഹെർബ് 20 ടൈപ്പ് ഓഫ് സ്പൈസസും ഹെർബുകളും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് എന്ത് ടേസ്റ്റ് ആവും എന്ന് നമുക്കറിയില്ല. സാധാരണ മാഗി നൂഡിൽസിന് ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഇതിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ ഇനി ഉച്ചക്കത്തെ ഫുഡും കൂടി കുളമാകുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചായിരുന്നേ. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ഇത് കറക്റ്റ് ഒരു പച്ച കളറിലാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് കളർ മനസ്സിലാവുന്നുണ്ടോ? സാധാരണ കളറല്ല, പച്ച കളറാണ് ഇതിൻ്റെ ഉള്ളില്. പിന്നെ ഓ ഇറ്റ്സ് എ ബിഗ് പാക്കറ്റ് ഗൈസ്. സാധാരണ നമുക്ക് കിട്ടുന്ന പാക്കറ്റ് അല്ല, വലിയ പാക്കറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഏതായാലും ഉണ്ടാക്കി നോക്കാം. ഗൈസ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് നിറച്ചല്ല, ഒരു ഗ്ലാസ്സിൽ അല്പം താഴ്ത്തി മുക്കാൽ ഗ്ലാസ് അങ്ങനെയാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പൊടി 3 പൊട്ടിച്ച് ഒഴിക്കാം. ഗൈസ് സാധാ മാഗിയുടെ പൊടിയേക്കാളും കുറച്ചുകൂടി വ്യത്യാസം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ടേസ്റ്റ്. അതായത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് അല്ല, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയത്തുള്ളൂ ഗൈസ്. കാരണം നിങ്ങളും കൂടി മേടിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടണ്ടേ. ഞാൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ നോക്കാം. നമുക്കപ്പോ മാഗി ഇട്ട് കൊടുക്കാം. നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല അടിപൊളി ഒരു ലഞ്ചാണ്. രാവിലെ ഞാൻ കാണിച്ച കിവിയുടെ പൾപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് അച്ഛ കുലുക്കി സർബത്ത് ഉണ്ടാക്കി കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. അച്ഛ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ സോഡ വാങ്ങിച്ചായിരുന്നു കേട്ടോ. സോഡ വാങ്ങിച്ച് ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല ചിൽഡ് തണുപ്പുള്ള സോഡയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ വീഡിയോ എടുക്കാൻ ക്ഷമയില്ല കേട്ടോ. നമുക്ക് കുറച്ച് വാരി തിന്നിരുന്നു. അപ്പൊ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞപ്പന് വിളമ്പി കൊടുക്കട്ടെ. മോനിന് കൊറേ തരാം. എനിക്ക് കൊറേ വേണം. മൊത്തം ഇനി അമ്മക്ക് ആരാജിയൊക്കെ നോക്കാം. താഴ്ത്തുകളയില് കുഞ്ഞി. അടിപൊളി ഗൈസ്. രാവിലെ മറ്റേ ഇതൊക്കെ കുടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയില്ലേ. ഇപ്പോഴാണ് ഈ കിവിയുടെ റിയൽ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അടിപൊളി. ഗൈസ് അപ്പൊ നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണ മാഗിയുടെ എരിവ് തന്നെ ഒരു പൊടിക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ കുഞ്ഞപ്പം പിന്നെയും ഇട്ടാകുമ്പോൾ മൊത്തം നിന്ന് ഗൈസ്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ആണ്. സാധാരണ മൈദയുടെ നമ്മുടെ മറ്റേ മാഗിയൊന്നും അല്ല, നല്ല അടിപൊളി മാഗിയാണ്. അപ്പൊ ഈ പാത്രമൊക്കെ കഴുകി വെക്കലാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരത്തതും രാത്രിയിലത്തേക്കും കൂടി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ വൈകുന്നേരമായി ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ ഈ എലൈറ്റിന്റെ പച്ച ഒരു കേക്കാണ് ഗൈസ്. ഇതിന്റെ ഉള്ളിൽ കേക്ക് ആവുന്ന ഇതിന്റെ ഉള്ളിൽ എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. പൊട്ടിച്ച് നോക്കട്ടെ. പച്ച കളറാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ യൂണിബിക്കിന്റെ ഡാനിഷ് കോക്കനട്ട് കുക്കീസ് ആണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ. അപ്പൊ കട്ടൻ ചായ ആണ് ഗൈസ്. കട്ടൻ ചായനെ പച്ചയാക്കാനുള്ള വിദ്യ എനിക്ക് അറിയില്ല. അതുകൊണ്ട് കട്ടൻ ചായ കറണ്ടില്ലേ. കട്ടൻ ചായനെ പച്ചയാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കുടിക്കുന്നു. ഭയങ്കര ചൂടുണ്ട്. കുഞ്ഞപ്പൻ ഇപ്പൊ കുടിക്കുമെന്ന് അറിയില്ല. പായ മറിക്കരുത് കേട്ടാ. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം അല്ലേ കുഞ്ഞു? ഗൈസ് അപ്പൊ നമ്മൾ ഇത് പൊട്ടിക്കാൻ പോവാണ്. കളർ എന്താണ് ഉള്ളിലെന്ന് നോക്കാം. പാക്കറ്റിന്റെ കളർ ഗ്രീൻ ആണ്. ഓ ഇത് കേക്കാണ് ഗൈസ്. ഓ എന്ത് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കണ്ടാ തന്നെ കൊതിവനുണ്ട്. നല്ല പീസ് കേക്ക്.
കഴിച്ചു കാണിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാം എല്ലാവരോടും. അവന് ശക്തി ഉണ്ടെന്ന് അവൻ പൊട്ടിച്ച്. ഞാൻ അത്രയും വലിച്ചിട്ട് പൊട്ടിയില്ല, അവൻ വലിച്ചിട്ട് പൊട്ടിച്ച്. ഇതിൻ്റെ അകത്ത് എന്ത് കളറാ നോക്കാം. ഇത് കോക്കനട്ടിന്റെ ബിസ്ക്കറ്റ് അല്ല, അപ്പൊ ഈ ഒരു കളറായിരിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ ചായ കുടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇച്ചിരി വ്യത്യാസം വേണ്ടെന്ന് ഓർത്ത് നേരെ ചായ കുടി ടെറസിന്റെ മുകളിലാക്കിയതാണ് കേട്ടോ. അപ്പൊ അതേ കുഞ്ഞപ്പനല്ല എന്റെ അവന്റെ എല്ലാ ചായ എടുത്ത് കുടിക്കുക, അതിന് ഇത്തിരി ചൂടുണ്ടല്ലേ. പോട്ടെ അവന്റെ ഞാൻ തണുപ്പിച്ച് കൊടുത്താണ്, എന്റെ ചൂടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ചായ കുടി കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം. രാത്രിയിൽ എന്താ കഴിക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കാം. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ഇനി ഡിന്നറിലേക്ക് കടക്കാൻ പോവാണ്. ഗ്രീൻ പച്ച കളർ ആക്കാൻ വേണ്ടി എന്ത് കഴിക്കും, രാത്രി എന്ത് കഴിക്കും എന്ന് രാവിലെ തന്നെ ആലോചിക്കുന്നതാണ്. അപ്പോഴാണ് പയറും കൊഴുപ്പയും കൂടി കറി വെച്ചായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പൊ നമുക്കിപ്പൊ രാത്രി ചോറിന്റെ കൂടെ ചീരയും പയറും കൂടി ഇട്ട് പച്ച കളറാകാം. കളറായിട്ടില്ലേ? അപ്പൊ ഞാൻ മിക്സ് ചെയ്യുന്ന മുമ്പ് നിങ്ങളെ കാണിച്ചില്ല, മിക്സ് ചെയ്ത് കഴിഞ്ഞാണ് കാണിച്ചത്. അപ്പൊ ഇത് ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ. ഭാഗ്യത്തിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല കറി. അപ്പൊ അതെ ഇത് കുഞ്ഞൊപ്പം ഇട്ട് കൊടുക്കാം. പയറും ചീര കൊഴുപ്പയാണ്. ചില സ്ഥലത്ത് കൊഴുപ്പാന്ന് പറയും, ചില സ്ഥലത്ത് കൊയ്പ്പെന്ന് പറയുമെന്ന് തോന്നുന്നു. നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവില്ല കൊയ്പ്പ, അതാണ്. കുഞ്ഞപ്പ നിനക്ക് ഇത്രയും മതിയല്ലോ. അപ്പൊ ഞാൻ നല്ലോണം മിക്സ് ചെയ്താണ്. എനിക്ക് ഇച്ചിരി ചോറ രാത്രി തിന്നുള്ളൂ. അപ്പൊ നമുക്ക് കഴിക്കാം. പിന്നെ വേറൊരു സാധനം ചോറിനൂടെ കഴിക്കാനുണ്ട്, പക്ഷെ അത് പച്ചക്കളറല്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. മുട്ട വറുത്താണ് ഗെയ്സ്, ആരോടും പറയില്ലേ. അതെ അത് യെല്ലോ കളറാണ് ഗെയ്സ്. ഞങ്ങൾ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ബിഗ് ബോസ് കാണും, ഇന്ന് ഫിനാലെയാണ്. അപ്പൊ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഗ്രീൻ ഫുഡ് ചലഞ്ച് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. കുഞ്ഞെ കഴിക്കും. ഗായ്സ് അപ്പൊ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് സമാധാനമായത്. കുഞ്ഞപ്പൻ എന്തേ ഒരു വിധത്തിൽ കഴിച്ചിട്ടുണ്ട്. ആ കുഞ്ഞപ്പ ഫുള്ളും കഴിച്ചില്ല, ബാക്കി അച്ചക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഡിന്നറും ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗ്രീൻ ഫുഡ് ചലഞ്ച് ഇന്നത്തെ ഒരു അവസ്ഥ ഓടി പറന്നു വന്നിരുന്നാണ് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം പറയാൻ വേണ്ടി. കുഞ്ഞപ്പ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗ്രീൻ ഫുഡ് ചലഞ്ച്? കേട്ടോ അത് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത വീഡിയോ വരെ തെറ്റാ. അപ്പൊ ഗൈസ് ഗ്രീൻ ഫുഡ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. യെല്ലോ ചെയ്തു, നമ്മൾ റെഡ് ചെയ്തു, ഇപ്പൊ ഗ്രീനും ചെയ്തു. ഇനി കുറെ പേര് ബ്ലൂ പറയുന്നുണ്ട്, പർപ്പിൾ പറയുന്നുണ്ട്. അതൊക്കെ എന്താകും എന്ന് എനിക്കറിയാമല്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ വേഗം തന്നെ ചെയ്യാം. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ആള് പോയി. ടാറ്റാ ബൈ ബൈ, സീ യു.